ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ നോമ്പിൻ്റെ ഒരു ദിവസത്തെ ഇഫ്താർ വിഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. നോമ്പിന് സാധാരണ പത്തിരി തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നാൽ അതിനുള്ള പൊടി ആദ്യം അങ്ങ് വാട്ടി വെക്കും. ഇന്ന് കുറച്ച് നെയ്പത്തിരി കൂടി ഉണ്ടാക്കാമെന്ന് കരുതി അതിനുള്ള അരി ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നമ്മൾ ചോറുണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, അതൊരു ഗ്ലാസും ഒരു 1/4 ഗ്ലാസ് പച്ചരി കൂടി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പോളം ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു പിടിയോളം ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇത് അരക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ വേണം കേട്ടോ അരക്കാനായിട്ട്. പിന്നെ നല്ല ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അരച്ചതിന് ശേഷം പിന്നെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ തേങ്ങ അരച്ച പോലെ ചെറിയൊരു തരിതരിപ്പോടെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി കൈവച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് കുഴക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ കാണുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനിതിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് കുഴച്ച് വന്നപ്പോൾ അത്യാവശ്യത്തിന് ടൈറ്റായിട്ടുള്ള മാവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഇതേപോലെ ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്താൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടണം. ഇതിന് നോമ്പ് തുറക്കാനാകുമ്പോഴേക്ക് പൊരിച്ചെടുക്കുള്ളൂ. ഇനി അടുത്തായിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കണം. പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ പരത്തി വെക്കാറാണ് ചെയ്യാറുള്ളത്. പരത്തിയിട്ട് ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. ഇന്ന് സ്നാക്കായിട്ട് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. സമൂസ ലീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ 1-2 പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഞാനിത് മറിച്ചിട്ട് കൊടുത്തതാണ്. ഇനി നെയ്പത്തിരി പൊരിച്ചെടുക്കാനുള്ള എണ്ണ ചൂടാക്കി എടുക്കുകയാണ്. നെയ്പത്തിരി പരത്താനായിട്ട് കട്ടിംഗ് ബോർഡിന്മേൽ ഒരു കവർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒരേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കയ്യിലൊട്ടാതിരിക്കാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ചൂടായി കിടക്കുന്ന ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത് കണ്ണൂരിലുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ നെയ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ പൊള്ളായിട്ടൊന്നും വരാറുണ്ടായിരുന്നില്ല. അതുപോലെ നല്ല ഹാർഡായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾ പറഞ്ഞു തന്നതിൻ്റെ ശേഷമാണ് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ തുടങ്ങിയത്. കഴിഞ്ഞ തവണയൊക്കെ നോമ്പ് തുറൻ്റെ സമയത്ത് പൊരിച്ച സ്നാക്കുകളൊക്കെ കുറേ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു അങ്ങനെ പൊരിച്ചതൊക്കെ കൂടുതലായിട്ട് കഴിക്കണ്ട എന്നുള്ളത്. അതൊരു പരിധി വരെ അതുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ കുട്ടികൾ നോമ്പ് എടുക്കുന്നതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ 1-2 സ്നാക്കുകൾ ഉണ്ടാക്കി കൊടുക്കും. ഇത് മഞ്ഞ ബർഗർ ഉണ്ടാക്കാനായിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ജ്യൂസ് ഓറഞ്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട്. നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചട്ടിപ്പത്തിരി ഒന്ന് മുറിച്ച് വെക്കുകയാണ്. ഇന്ന് പത്തിരിയിലേക്കും അതുപോലെ നെയ്പത്തിരിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ബൗളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തുറക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.